കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായി ഡ്രൈ ആയിട്ടിരിക്കുന്ന ചെടികളാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം നമ്മൾ മൊത്തമായി നനച്ച് കുളിപ്പിച്ചെടുത്ത ചെടികളാണിത്. അപ്പോൾ അത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഉണങ്ങാനെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് വെള്ളമൊക്കെ പോയി നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ഇതിൽ കുറേ പഴുത്ത ഇലകളും അതുപോലെ ഉണങ്ങിയ ഇലകളും എല്ലാം തന്നെ ഉണ്ട് ഈ ചെടികളിലൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റിയ പിന്നെ ആ പണിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കയറ്റാമെന്ന് വിചാരിച്ചിട്ട് ഓരോ ചെടികളും എടുത്തിട്ട് അതിലുള്ള ഇലകളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റിയാണ് കേട്ടോ. ചില ചെടികളിലൊന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ കൈ എത്തുന്ന സ്ഥലത്ത് ഇരിക്കുന്നതൊക്കെ ഞാൻ മഞ്ഞ കളർ ഇലകളൊക്കെ കണ്ടാൽ പെട്ടെന്ന് കാണുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. ചില ചട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഓരോ സാധനങ്ങളൊക്കെ മുകളിൽ നിന്നൊക്കെ എറിഞ്ഞിട്ട് അത് വീണിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പേപ്പർ പിന്നും അതുപോലെ തന്നെ പേപ്പറിൻ്റെ പീസസും അങ്ങനെ പല സാധനങ്ങൾ പ്ലാസ്റ്റിക് പീസസൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പെന്നിൻ്റെ മൂടിയും അങ്ങനെയുള്ളതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സാധാരണ ചട്ടിയിലൊക്കെ വെച്ച് സാധാരണ ചെടികളൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് മാറ്റി കരിഞ്ഞ ഇലകളൊക്കെ മാറ്റി, അതേപോലെ തന്നെ മഞ്ഞ കളറുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി, അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കേട്ടോ. മഞ്ഞ കളറുള്ള ഇലകൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ചേനെ അത് ബാധിക്കും കേട്ടോ. കാരണം ഈ മഞ്ഞ കളറുള്ള ഇല നല്ല രീതിയിലാക്കാൻ വേണ്ടി ചെടികൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് ദോഷം വരും. മഞ്ഞ കളറുള്ള ഇലയോട്ട് ശരിയാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇലകൾ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ ഓരോ ചെടികളും ഞാൻ നോക്കി നോക്കി എല്ലാം ശരിയാക്കി എടുക്കുകയാണ്. ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഇലകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ വീണിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് പോകുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു മാറ്റി. അതേപോലെ തന്നെ വെള്ളത്തിൽ വെച്ച ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ചില കുഞ്ഞൊരു ചെടിയൊക്കെ ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. അതെടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെടികൾ കൂടി ചീഞ്ഞു പോകാൻ അത് കാരണമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ പണിയുള്ളത് നമ്മുടെ ഈ മണി പ്ലാന്റിലാണ്. ഈ മണി പ്ലാന്റിൻ്റെ ഈ കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സെൻറ്ററിൽ കുത്തി വെച്ചിട്ടുള്ള ഈ വടി. അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് താഴോട്ട് കുത്തി വെക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. കാരണം ആ കൊമ്പ് അടിയിൽ ഒടിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാനും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് അപ്പുറത്തെ ഭാഗത്ത് ഇത് കുത്തി വെച്ചു. ചുറ്റുമുള്ള കരിഞ്ഞ ഇലകളും അതുപോലെ കുറച്ച് വള്ളികൾ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഒരുവിധം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് വളർച്ച വരുമ്പോൾ ഇതൊന്നും കൂടി നല്ല രീതിയിലാവും, നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരുവിധം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഇതിനെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ആവാമെന്ന്, ചെറുതായിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനി ഇതിപ്പോൾ കൊണ്ടുപോയി വെക്കാനുള്ളൊരു ശക്തിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നാളെ നോക്കാം.